ാണ് എന്നെ ഇവിടെ നിങ്ങളുടെ മുൻപിൽ വന്നു നിൽക്കാൻ ഇടയാക്കിയത്. ഒരു കാര്യം പറയുകയാണ് ആദ്യം. ശങ്കരക്കുറുപ്പിൻ്റെ 2 വരികളിലൂടെ, സ്നേഹത്തിൽ നിന്നില്ലല്ലോ മറ്റൊന്നും ലഭിക്കുവാൻ, സ്നേഹത്തിൻ ഫലം സ്നേഹം, ത്യാഗത്തിൻ ഫലം ത്യാഗം. ഇതാണ് പൊന്നമ്മ. ഞാൻ പൊന്നമ്മ എന്നാണ് വിളിക്കാറുള്ളത്, എൻ്റെ ഒരു കൊച്ചനിയത്തി എന്ന നിലയിൽ. അപ്പോൾ അതാണ് പൊന്നമ്മയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പൊന്നമ്മ എത്രമാത്രം മറ്റുള്ളവരെ സ്നേഹിക്കുന്നോ അതുപോലെ നാം പൊന്നമ്മയ്ക്കും ആ സ്നേഹം തിരിച്ചു നൽകുന്നു. അതാണ് ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ഈ വിവിധ വ്യക്തികളിൽ നിന്ന് നമുക്ക് കാണാനിടയായിട്ടുള്ളത്. മറ്റൊന്ന്, സുരേന്ദ്രൻ തന്നെ മകൻ ശബരിയുടെ ഗാനം എന്നെ എന്നെ പൊന്നമ്മയുടെ പൂർവ്വകാലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതീന്ദ്രിയമായ ഒരു ബന്ധം ഒരുപക്ഷെ പൊന്നമ്മയായിട്ടുണ്ടായിരുന്നിരിക്കാം. ഡൽഹിയിൽ യൂസഫ്സറയിൽ താമസിക്കുന്ന കാലത്ത് ചന്ദ്രശേഖരൻ ഉണ്ണിത്താനും മറ്റ് അനേകം സ്നേഹിതരും അവർ അന്ന് എനിക്ക് നേരിട്ട് പരിചയമില്ല, എന്നിരുന്നാലും ഈ സ്നേഹിതന്മാരെ എനിക്ക് നല്ല പരിചയമുണ്ട്. അവസാനമായി ചന്ദ്രശേഖരൻ ഉണ്ണിത്താൻ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന അവസരത്തിൽ അന്ന് ഞാൻ ന്യൂയോർക്കിലായിരുന്നു. ന്യൂയോർക്കിൽ വന്നു കാണാനും ഒരു ദിവസം ഞങ്ങളോടൊപ്പം കഴിയാനും ഇടയായി. അടുത്ത ദിവസമാണ് ശബ്ദം പ്രായത്തിൻ്റെ അധികം കൊണ്ടായിരിക്കാം. അടുത്ത ദിവസം ആണ് ഉണ്ണിത്താൻ ചന്ദ്രശേഖരൻ നാട്ടിലേക്ക് പോയത്. ഏറെ താമസിച്ച് തന്നെ ചന്ദ്രശേഖർ നാട്ടിൽ വെച്ച് ഈ ലോകം പിടിഞ്ഞു. അപ്പം ആ സമയത്ത് ആരോ വിളിച്ച് പറഞ്ഞു, പൊന്നമ്മയും കുട്ടികളുമായിട്ട് ന്യൂയോർക്കിൽ വരുന്നുണ്ട്, വിസയുടെ ശൈലം പ്രോബ്ലം ഉണ്ട്. ഞാൻ അന്ന് കൗൺസിലേറ്റിൽ അടുത്താണ് ജോലി ചെയ്തിട്ടുള്ളത്. പല പരിചയക്കാരും ഉണ്ടായിരുന്നു. അന്ന് ഇത്രയും പ്രയാസമില്ല, അവരുടെ വിസ എളുപ്പം തന്നെ തയ്യാറായി കിട്ടാനിടയായി. ഇതെല്ലാമാണ് അതീന്ദ്രിയമായിട്ട് എനിക്ക് പൊന്നമ്മയായിട്ടുള്ള ബന്ധം. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ന്യൂയോർക്കിൽ നിന്ന് ഇവിടെ വന്ന നാൾ തൊട്ട് പൊന്നമ്മയായിട്ടുള്ള ബന്ധം, സ്നേഹബന്ധം എനിക്കും ശാന്തയ്ക്കും തുടരാനിടയായിട്ടുണ്ട്. ഞങ്ങൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നു പൊന്നമ്മയോട്. പിന്നെ ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന മകൻ്റെ അടുക്കൽ, when you go higher, your view will be very wider, but never forget the base. Only through the base, a strong base, you can build up higher up. Otherwise, so always remember the past, your origin, and go higher up. മറ്റുള്ളവരെല്ലാവരും പറഞ്ഞ പോലെ മോനെ ഏറ്റവും ഉയരങ്ങളിൽ ഉയർന്നു പറക്കുക. എനിക്ക് ഒരു 3 ഗ്രാൻഡ് ഡോട്ടേഴ്സ് ചിൽഡ്രനാണുള്ളത്. അതിൽ ഒരാളുടെ ഗ്രാജുവേഷൻ ഇപ്പോൾ he graduated with dual honors in computer science and finance from University of Austin, Texas. University of Texas, Austin. അപ്പോൾ താമസിയാതെ തന്നെ ആഗസ്റ്റോടുകൂടി അവനൊരു ജോലിയും സമ്പാദിച്ചിട്ടുണ്ട്. ഇതെല്ലാമാണ് ഞങ്ങളുടെ എൻ്റെ ഗ്രാൻഡ് ചിൽഡ്രനെ പറ്റി പറയാനുള്ളത്. എല്ലാ തരത്തിലും എല്ലാ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഒരുപക്ഷെ ഞാൻ കൂടുതൽ സമയം എടുത്തിട്ടാണെങ്കിൽ അനിൽ ക്ഷമിക്കണം. അടുത്തായിട്ട് നമ്മളെ ചേച്ചിയുടെ ബ്രദേഴ്സൊക്കെ ഏതാണ്ട് കഴിഞ്ഞു, കാർന്നോരും കഴിഞ്ഞു. ഇനി മക്കളിലേക്ക് പോകും. മകൻ ബിജു പിള്ളை, ഡോക്ടർ ബിജു പിള്ളை. ഇതുവരെ പേടിക്കണ്ട, ഇത് അഡോപ്റ്റഡ് സണ്ണാണ്. Thank you, Leader. Congratulations, Justin. Ponnu Chechi or Ponnu Auntie keep in touch with many people. Fortunately, I am one of them, or unfortunately. And ഈ സംസാരിക്കാൻ തുടങ്ങിയാൽ she will continue for minimum 30 minutes or 1 hour. So in between she asks, പോയോ അത് വെച്ചോ എന്ന് അവിടെ ഉണ്ടായി ഇത്രയൊന്ന് പറഞ്ഞാൽ മതി. She will keep continuing again. Anyway, she's very proud of her grandson, but she's told me that he's going to be engineering in electrical engineering. The only advice I can give you that technology is changing every day. So you have to keep in mind that you should be a valuable
for that organization you're going to work. So that's the climate now, change in field. That's one thing I want to say that. Second, the company is trying to do more with less people. That's the trend now. So we have to understand the changes in the industry and the technological change. That's the only advice I wanted to give you. Again, good luck for you. Thank you.